ബ്രസീലിന് പിന്നാലെ കേപ്പ് വെർദെയും ഇന്ത്യയിലേക്ക് എത്തുന്നു. സെപ്റ്റംബർ 30-നും ഒക്ടോബർ 6-നും ഇടയിൽ ഇന്ത്യയിലെത്തുമെന്നാണ് സൂചന. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ഖിലാഫ് അഹമ്മദാണ് ചെയ്യുന്നത്. ഖിലാഫ്, അങ്ങനെ ബ്രസീലിന് പിന്നാലെ കേപ്പ് വെർദെ ഇന്ത്യയിലേക്ക് എത്തുകയാണല്ലേ? മഞ്ജലി, ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആവേശത്തിലാകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു ഒക്ടോബർ 3-നാണ് ബ്രസീലുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു സൗഹൃദ മത്സരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ കേപ്പ് വെർദെയുമായിട്ടുള്ള ഒരു മത്സരം കൂടി ഉണ്ടാകുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സെപ്റ്റംബർ 30-നും അതേപോലെ തന്നെ ഒക്ടോബർ 6-നും ഇടയിലുള്ള ഫിഫ വിൻഡോയുടെ ഒരു സമയത്തായിരിക്കും. അത് ഒന്നെങ്കിൽ ബ്രസീലിന് മുമ്പുള്ള ഒരു ദിവസത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ ആയിരിക്കും ഈ ഒരു മത്സരം നടക്കാനുള്ള സാധ്യത. നിലവിൽ വേദിയും അതേപോലെ തന്നെ സമയവും സംബന്ധിച്ചിടത്തോളം ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് AFF ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉദ്ധരിച്ചുകൊണ്ട് PTL വാർത്താ ഏജൻസി ആയിട്ടുള്ള PTI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ഒരു ഫിഫ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ അല്ലെങ്കിൽ മനം കീഴടക്കിക്കൊണ്ടായിരുന്നു റൗണ്ട് ഓഫ് 32-ന് ശേഷം പിന്നീട് കേപ്പ് വെർദെ മാറിയത്. അതിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ അർജന്റീനയെ വരെ ഒരു ഘട്ടത്തിൽ അടക്കം തോൽപ്പിക്കുന്ന ഒരു രീതിയിലുള്ള മത്സരങ്ങൾ കാഴ്ചവെച്ചിരുന്നു. അതേപോലെ തന്നെ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിനിനെ ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ രഹിത സമനിലയിൽ തളച്ച ടീമാണ്. ഒപ്പം തന്നെ വസീഞ്ഞ അടക്കമുള്ള താരങ്ങളുള്ള ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ കേപ്പ് വെർദെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു ഫിഫ വിൻഡോ എന്ന് പറയുന്നത് സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 6 വരെയാണ്. അതിനുള്ളിൽ തന്നെയാണ് ഈ ഒരു ടീമുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഒരു സൗഹൃദ മത്സരത്തിനായി വലിയ ടീമുകളെ തന്നെ, അതായത് ഫിഫ റാങ്കിങ്ങിൽ 64-ാം സ്ഥാനത്താണ് കേപ്പ് വെർദെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ റാങ്കിങ്ങിലുള്ള, അതായത് 64 അടക്കമുള്ള റാങ്കിങ്ങിലുള്ള ടീമുമായിട്ട് ഇന്ത്യയെ ഒരു കളിപ്പിക്കുക അല്ലെങ്കിൽ മത്സരങ്ങൾ നടത്തുക എന്നതാണ് ഇപ്പോൾ AFF ലക്ഷ്യമിടുന്നത് എന്നതിന്റെ സൂചന തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അഞ്ജലി, തീർച്ചയായും ഖിലാഫ്, എന്തായാലും വളരെ സന്തോഷകരമായ വാർത്തയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് പങ്കുവച്ചത്.